മോർണിംഗ് നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ഗ്യാരണ്ടിക്ക് ബദലുമായി എത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. ഇന്ത്യ സഖ്യവും ആം ആദ്മി പാർട്ടിയും വിജയിക്കുന്ന പക്ഷം 10 പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേജ്രിവാൾ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. പ്രമോദ് സാർ, കഴിഞ്ഞ ദിവസമാണ് കേജ്രിവാൾ ഈ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം ഈ വൈദ്യുതി പൂർണ്ണമായും സൗജന്യമായി നൽകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലൊക്കെ മികച്ച സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതിന് ഏറ്റവും പ്രാക്ടിക്കലായി ഡൽഹിയിൽ അതൊക്കെ ചെയ്ത് വിജയിച്ചതുമാണ്. അതാണ് ഇതിനെ കൂടുതൽ പ്രായോഗികമെന്ന പദ്ധതികൾ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്തു തോന്നുന്നു, മോദി ഗ്യാരണ്ടികൾക്ക് മികച്ച വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ കേജ്രിവാളിൻ്റെ ഗ്യാരണ്ടികൾ? ഈ ഗ്യാരണ്ടികൾ തീർച്ചയായും അവരുടെ പ്രകടന പത്രികയുടെയും കൂടി ഭാഗമാണ്. എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ്. അതിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത് രേഷ്മി പറഞ്ഞ പോലെ അവർക്ക് തന്നെ പ്രായോഗികമായി ഏറ്റവും ഗുണം ചെയ്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഫലമുണ്ടാകുന്ന തരത്തിലുള്ള നടപടികൾ എന്ന നിലയ്ക്കാണ്. അതിപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ BJPയും ഇപ്പോൾ ഈ അവരുടെ ഈ ഗ്യാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകൾക്ക് ഇത് നൽകുന്ന പണം നൽകുന്ന പദ്ധതി, അതെ, അത്തരത്തിലുള്ള സംഗതികളൊക്കെ അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ കാണുന്നത് അവരുടെ ഈ പ്രഖ്യാപനങ്ങളെക്കാൾ പുറത്തിറങ്ങിക്കൊണ്ടുള്ള ആദ്യ പ്രസംഗത്തിൽ കെജ്രിവാൾ നടത്തിയ ചില ഇടപെടലുകളാണ്. അതിനകത്ത് വളരെ നിർണായകമായത് എന്ന് പറയുന്നത് ഈ വയസ്സിനെ കുറിച്ചുള്ള കെജ്രിവാളിൻ്റെ ചോദ്യമാണ്. 75 വയസ്സ് ആകാൻ പോകുന്ന മോദിയെ അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങൾ പ്രധാനമന്ത്രിയാക്കുകയാണെങ്കിൽ എത്ര കാലത്തേക്ക് എന്നുള്ളതാണ്. മറ്റൊന്ന്, യോഗി ആദിത്യനാഥിനെ UP മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിങ്ങൾ മാറ്റാൻ പോകുന്നു. ഈ രണ്ട് കാര്യങ്ങൾ വന്നത് വളരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കാവുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഗതി അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. അതിന് പെട്ടെന്ന് മറുപടി പറയേണ്ടി വന്നു അമിത്ഷായ്ക്ക് എന്നുള്ളതാണ് അതിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു കാര്യം. കാരണം ഈ 75 വയസ്സെന്നുള്ള വളരെ കർശനമായി പാലിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ദി വീക്കിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. ഒരാൾക്കും അതിൽ ഇളവില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇത്തവണ 74 വയസ്സുള്ള മോദി മത്സരിക്കുന്നു. 75 വയസ്സിന് ശേഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ 75 വയസ്സിന് ശേഷം തുടരും എന്ന് അദ്ദേഹം പറയേണ്ടി വരുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞതിനെ അദ്ദേഹത്തിന് തന്നെ തിരുത്തേണ്ടി വന്നിരിക്കുകയാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഭരണത്തിൽ ഒരു തവണ വന്നു കഴിഞ്ഞാൽ ആ ടേം തീരുന്നത് വരെ അയാൾക്ക് തുടരാം എന്നാണ് ഇവരുടെ പോളിസി എങ്കിൽ അതുമല്ല. കാരണം ഗുജറാത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആനന്ദിബെൻ പട്ടേലിന് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത് ഈ 75 വയസ്സ് പ്രായം എന്നുള്ള ആ ഒരു നിബന്ധന പാലിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് പ്രായോഗികമായും അവർ തെളിയിച്ചിട്ടുണ്ട്, അല്ലാതെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭരണഘടനയുടെ ഭാഗമായി ഭരണഘടനയിൽ BJPയുടെ ഭരണഘടനയിൽ അത് എഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാണ്. അപ്പോൾ ഇവരുടെ പോളിസിയുടെ ഭാഗമാണ്. പക്ഷെ ആ പോളിസി ഇങ്ങനെ തോന്നും പോലെയൊക്കെ മാറ്റാൻ കഴിയും, ഒരാൾക്ക് വേണ്ടി മാറ്റാൻ കഴിയും. അതാണ് അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് വേണ്ടി മാത്രം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കേണ്ടി വരും. അതിലേക്കാണ് കെജ്രിവാൾ അവരെ എത്തിച്ചത്. മോദിയാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല, അദ്ദേഹമാണെങ്കിൽ അദ്ദേഹം ഇനിയും 5 കൊല്ലം ഭരിക്കും എന്നുള്ള നിലയിലേക്ക് പറയേണ്ടി വരുന്നു. അതോട് ബാക്കി ഒരുപക്ഷെ BJP സ്വന്തം അച്ചടക്കം ഒരുപക്ഷെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത ഒരു പുരോഗമന നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം. 75 വയസ്സ് കഴിഞ്ഞവർ മാറി നിൽക്കണം, പുതിയ ആളുകൾ വരട്ടെ എന്ന നിലയിൽ വേണമെങ്കിൽ കരുതാവുന്ന ഒരു തീരുമാനത്തെ അവർക്ക് തന്നെ തള്ളിപ്പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് മാറ്റും ഈ വീണ്ടും മോദി അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം സംഭവിക്കുന്നത്, എപ്പോഴും നരേന്ദ്രമോദിയെ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ബയോഗ്രഫി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 75 വയസ്സിൻ്റെ മാനദണ്ഡമുണ്ടാക്കിയത് തന്നെ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒക്കെ മാറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തിലാണ്. അവരെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് അധികാരം കൈമാറേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ് അവരെ ഉപദേശക സമിതിയിലൊക്കെ ആക്കി മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് തന്നെ അതിനു വേണ്ടിയാണ്. അപ്പോൾ തനിക്കെതിരായി വരുന്ന ഏതൊരാളെയും ഇല്ലാതാക്കാൻ
അവരെ നിർവീര്യരാക്കാൻ മോദി പ്രയോഗിച്ചു വന്നിരുന്ന ചില തന്ത്രങ്ങളുണ്ട്. അതിൻ്റെ ഇരകളായിരുന്നു നമ്മളെപ്പോഴും പറയാറുണ്ട്. ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൻ പാണ്ഡ്യ, അതുപോലെ തന്നെ BJPയിൽ RSSലെ വളരെ ശക്തനായിരുന്ന സഞ്ജയ് ജോഷി നാഷണൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, ഇവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഒരു തവണ ദേശീയ കൗൺസിൽ യോഗം ചേരാൻ പോവുകയാണ്. മോദി മുഖ്യമന്ത്രിയായി, ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ഞാൻ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഒന്ന് മാത്രം, ഇദ്ദേഹത്തെ മാറ്റണം. ഇദ്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പങ്കെടുക്കും. സഞ്ജയ് ജോഷി ഉണ്ടെങ്കിൽ ആ ഘട്ടമാകുമ്പോഴേക്കും സഞ്ജയ് ജോഷിയും ഇയാളും തമ്മിലുണ്ടായിട്ടുള്ള വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സഞ്ജയ് ജോഷി ഉണ്ടെങ്കിൽ നാഷണൽ കൗൺസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മെമ്പർഷിപ്പ് അവിടെ തുടരുകയാണെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ അന്ന് ദേശീയ പ്രസിഡന്റായിരുന്ന ഗഡ്കരി സഞ്ജയ് ജോഷിയെ മാറ്റുകയാണ്. മോദി അവിടെ പങ്കെടുക്കുകയാണ്. അതോടുകൂടി സഞ്ജയ് ജോഷി പാർട്ടിയിൽ ആരുമല്ലാതായി തീരുകയാണ്. അന്ന് നമ്മൾ ഓർക്കണം, അന്ന് RSSന്റെ ഇന്നത്തെ മുഖ്യ പ്രചാരകൻ അല്ലെങ്കിൽ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത്താണ് അന്ന് ആ നടപടിയെ വിമർശിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. എന്ത് ഫലം? മോദി വിചാരിച്ചു കഴിഞ്ഞാൽ, മോദി എന്ന ഏകാധിപതി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് BJPയിലും RSSലും ഉള്ളത് എന്നത് ആ കാലഘട്ടം തൊട്ട് തന്നെ അറിവുള്ള ഒരു കാര്യമാണ്. അതിപ്പോഴും യോഗിക്കും അറിയാം. യോഗിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോദിയുടെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ വരികയാണെങ്കിൽ അദ്ദേഹവും ഇല്ലാതാകും എന്നുള്ളത്, അദ്ദേഹം പാർട്ടിക്കകത്ത് തന്നെ ഒന്നും അല്ലാതായി തീരും എന്നുള്ള നില ഇപ്പോഴുണ്ട്. അത് എത്ര കണ്ട് മോദി എന്ന ഏകാധിപതി മാറി മറ്റൊരു ഏകാധിപതി അവിടെ സ്ഥലം പിടിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ആ കാലയളവിൽ മാത്രമായിരിക്കും ഇനി യോഗി ആദിത്യനാഥിൻ്റെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് തന്നെയാണ്. ഒരു വശത്ത് ഈ മോദി എഫക്റ്റ്, മോദി പ്രഭാവം, മോദി എന്ന ബ്രാൻഡ് വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ കേജ്രിവാൾ പറഞ്ഞ ദിവസം, പിറ്റേ ദിവസം ഉത്തർപ്രദേശിൽ നിശബ്ദ പ്രചാരണമാണ്. കുട്ടിക്കലാശത്തിൻ്റെ അന്നാണ് അദ്ദേഹം ആ പ്രസ് മീറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ നിശബ്ദ പ്രചാരണത്തിന് ഉത്തർപ്രദേശിൽ ഈ കേജ്രിവാളിൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് ഉത്തരം പറഞ്ഞ് തുടങ്ങേണ്ടി വന്നു BJPക്ക് ഉത്തർപ്രദേശിൽ. അതുമാത്രമല്ല, അവിടെ വലിയൊരു, നമ്മൾ കരുതുന്നത് പോലെ വലിയൊരു മോദി ഇഫക്റ്റ് ഇല്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി വലിയ തരത്തിൽ ഉയരുന്നുണ്ട്. രേഷ്മ, ഇതിനകത്തൊരു പ്രധാന കാര്യം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ 2019 സമാനമായി ഒരു അജണ്ട തീരുമാനിക്കാൻ മോദിക്കും BJPക്കും കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നം നിലനിൽക്കെ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ നടന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ഒരു ചൂണ്ട കുരുക്കാനും അതിൽ മോദിയെ കൊണ്ടൊന്ന് കുത്തിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന സമീപ ചരിത്രം നിലനിൽക്കെ കെജ്രിവാൾ ഒരു ഇമ്പാക്ട് പ്ലെയറായി എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ഒരു പുതിയ സംഗതി എടുത്തു വയ്ക്കുകയും BJP അതിൽ വന്ന് ലോക്കാവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. എന്ന് വെച്ചാൽ, സാധാരണ നിലയ്ക്ക് ഞങ്ങളുടെ BJP സർക്കാർ വരുന്നു, BJP സർക്കാർ ജനങ്ങളെ ആകെ തന്നെ ഞങ്ങൾ തേനും പാലും ഒഴുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന BJP ഇത്തവണ അവരുടെ പ്രചാരണ വാചകം മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിലാണ് അവരുടെ പൂർണ്ണമായ കേന്ദ്രീകരണം. അപ്പോൾ ഈ മോദിയെ വിശ്വസിച്ച് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ എന്നാണ് ജനങ്ങളോട് പറയുന്നത്. മോദി എല്ലാ ഗ്യാരണ്ടിയും നടപ്പിലാക്കുന്ന ധീരോദാത്തമായ നായകസ്ഥാനത്ത് ഉള്ള ഒരാൾ എന്നാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇരിക്കെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം കെജ്രിവാൾ ചോദിക്കുന്നു. 75ാമത്തെ വയസ്സിൽ എല്ലാ മുതിർന്ന നേതാക്കളെയും എടുത്ത് മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് മാറ്റുന്ന, അത് കർക്കശമായി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി 75ാം വയസ്സിൽ മാറിയാൽ പിന്നെ വരാൻ പോകുന്നത് അമിത്ഷായാണ്. അപ്പോൾ മോദിക്ക്, നിങ്ങൾ മോദിയെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്താൽ ഈ 5 വർഷം നിങ്ങൾക്ക് മോദിയെ കിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർ നിർബന്ധിതരായി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. വളരെ പെട്ടെന്ന് സാധാരണ നിലയ്ക്ക് BJP ഇത്തരം സംഗതികൾക്കൊന്നും ഉത്തരം പറയാൻ സമയപ്പെടാത്ത പാർട്ടിയാണ്. വളരെ പെട്ടെന്ന് അമിത്ഷാ ഓടി വന്ന്, ഇല്ല, മോദി ഒരു കാലത്തും വിരമിക്കാൻ പോകുന്നില്ല, മോദി തന്നെ അധികാരസ്ഥാനീയനായി തുടരും എന്ന് ആവർത്തിച്ച് പറയാണ്. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത്രയും നാൾ ഇവർ നടത്തിയിട്ടുള്ള പ്രചരണത്തിനകത്ത് ഇങ്ങനെ BJPക്ക് അകത്തും പുറത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ല. ഇതാണ് BJPക്ക് അകത്തും കൺഫ്യൂഷൻ, അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. അതാണ്. അപ്പോൾ നോക്കുമ്പോൾ BJPക്ക് അകത്തുള്ള സാധാരണ നിലയ്ക്കുള്ള ആളുകൾ എന്താ വിചാരിക്കുക, 75 വയസ്സാകുമ്പോൾ മോദിജി മാറും, മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് മാറും, പിന്നെ ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ അടുത്ത നേതാവ് വരും, യോഗിജിയുടെ ഫാൻസ് ഒക്കെ ഇപ്പോൾ ഉള്ളൂ, യോഗിജി ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിരിക്കെ വളരെ പൊടുന്നനെ ഒരു കൺഫ്യൂഷൻ എടുത്തിടുകയാണ് കെജ്രിവാൾ. അപ്പോൾ അകത്തുള്ള നേതാക്കൾ മോദി മാറുന്നില്ലേ, അതോ മോദി മാറുമോ? മോദി മാറണം എന്ന് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ആ പാർട്ടിയിലുണ്ട്. നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾ
മോദിയുടെ ഏകാധിപത്യം മാറണം, മോദി അമിത്ഷായും കൂടെ മാത്രമായിട്ട് ഈ പാർട്ടിയെ ഭരിച്ചുകൊണ്ട് പോകുന്ന ഏർപ്പാട് അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർ അടുത്ത വർഷം സെപ്റ്റംബർ വെയിറ്റ് ചെയ്യുന്നു ഇദ്ദേഹം ഒന്ന് മാറിക്കിട്ടാൻ. പിന്നെ വരുന്ന ആളുകൾക്ക് ഇത്രയും ഒരു വലിയ പോപ്പുലാരിറ്റി ഉണ്ടാക്കാനോ ഇത്രയും വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാക്കാനോ കഴിയില്ല. അങ്ങനെ ഇരിക്കും ഇതാ വന്നിട്ട് ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് മോദി തന്നെ തുടരാൻ പോവുകയാണ്. എനിവേ അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് ആ നീക്കത്തിൻ്റെ ഒരു വിജയം. രണ്ടാമത്തേത് ഈ പറയുന്നത് പോലെ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ അമിത്ഷാ പോലെയുള്ള പേരുകൾ കൂടി അതിൻ്റെ കൂടെ ഉയർത്തിവിടുമ്പോൾ നമ്മൾ ലോകത്തുള്ള എല്ലാ ഏകാധിപതികളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ചക്രവർത്തിമാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവരെങ്ങനെയാണ് അവരുടെ ഫ്യൂച്ചർ ത്രെട്ടുകളെല്ലാം ഒഴിവാക്കി പോന്നിട്ടുള്ളത് എന്നറിയാം. ചക്രവർത്തിമാരെ സംബന്ധിച്ച് അവർക്ക് ഒന്നിൻ്റെയും ഒരു ആലോചനയുടെയും കാര്യമില്ല. അവർക്ക് ശത്രുക്കളായി വരാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളെയും അവർ പല വഴിക്ക് ഒഴിവാക്കിയാണ് പോവുക. ഏകാധിപതികളുടെ സ്വഭാവമുള്ള ഭരണാധികാരികളെ എടുക്കാം. സ്റ്റാലിനെ പോലെയുള്ള ഭരണാധികാരികളുടെയൊക്കെ ചരിത്രം എടുത്താലും അവരെങ്ങനെയാണ് പാർട്ടിക്കകത്തേക്കുള്ള ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നുള്ള ചരിത്രം നമുക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ബി ജെ പിക്കകത്ത് മോദി ഒരു മികച്ച എക്സാമ്പിളാണ്. ഹരൺ പാണ്ഡ്യയുടെ കാര്യം പറഞ്ഞു, സഞ്ജയ് ജോഷിയുടെ കാര്യം പറഞ്ഞു. ഇങ്ങോട്ട് വന്നാൽ എൽ കെ അദ്വാനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ്. എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒക്കെ എടുത്ത് മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് 75-ാം വയസ്സിൽ തട്ടുന്നത് എന്തുകൊണ്ടാണ്? മോദി ഒരു കാലത്തും വിരമിക്കാൻ പോകുന്നില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്ര സേവനം തുടരുമെന്ന് ഇപ്പോൾ പറയാണ് അമിത്ഷാ. എന്തുകൊണ്ടാണ് മോദി പറയാതിരുന്നത് അദ്വാനിജി ഒരിക്കലും വിരമിക്കില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്ര സേവനം തുടരുമെന്ന്? അത് പറയാത്തതിൻ്റെ കാരണം അത്തരം തെട്ടുകൾ ഉണ്ടാവാൻ പാടില്ല എന്നതിലേക്ക് ഒഴിവാക്കിയ ആളാണ്. അപ്പം അദ്വാനിയെ ഒതുക്കിയ, ഹരൺ പാണ്ഡ്യയെ ഒതുക്കിയ, സഞ്ജയ് ജോഷിയെ ഒതുക്കിയ മോദിക്ക് ഇനി വരാൻ പോകുന്ന ത്രെട്ട് യോഗിജിയാണെന്ന് തോന്നിയാൽ യോഗിജിയെ കൂടി ഒഴിവാക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അത് വളരെ വൃത്തിയായി ചെയ്യാനും പോകുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇനി ഇത് ഒരു 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 മികച്ച നീക്കം എന്ന നിലയ്ക്ക് കെജ്രിവാളിനെ നമ്മൾ കാണേണ്ടതാണ്. അയാൾക്ക് രാഷ്ട്രീയം മനസ്സിലായിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ബി ജെ പിയെ സംബന്ധിച്ച്, മോദിയെ സംബന്ധിച്ചും പ്രധാനമാണ് കേട്ടോ. മോദിയെ സംബന്ധിച്ച് മികച്ച നമ്പർ ഉണ്ടാക്കുക, ചുമ്മാ ജയിച്ചാൽ മാത്രം പോരാ. ഞാൻ 400+ ഉണ്ടാക്കും എന്ന് പറഞ്ഞ മോദിക്ക് 400+ ഓഫ് അതിന്റെ പരസ്യത്തിൽ ഒരിടത്തും അല്ല, അത് ഉണ്ടാക്കിയില്ലല്ലോ കുഴപ്പം. മോഡി വീക്കർ, ഒരു കുറച്ചുകൂടി വീക്കായിട്ടുള്ള ഒരു ഗവൺമെൻറ് അവർ ഫോം ചെയ്യുന്നെങ്കിൽ മോദി എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് കച്ചവട സാമഗ്രി ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ ബ്രാൻഡ് വാല്യൂ കുറയുന്നു എന്നാണ്. ആ ബ്രാൻഡ് വാല്യൂ കുറഞ്ഞാൽ, മോദിക്ക് ബ്രാൻഡ് വാല്യൂ കുറഞ്ഞാലുള്ള സംഭവം ആ പാർട്ടിക്കകത്ത് കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ള ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ മോദിയെ സംബന്ധിച്ച് ഇതൊരു എന്താ പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻ്റാണ്. വെറുതെ ജയിച്ചാൽ പോരാന്നുകൂടിയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടികൾ, അതിനെക്കുറിച്ചുകൂടെ നമ്മൾ പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ 10 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. കെജ്രിവാളിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ സംസാരിച്ചുള്ളൂ. അതാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മറ്റെല്ലാ പാർട്ടികൾക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ആ പാർട്ടിക്കുണ്ട്. കാരണം മോദി പറയുന്നത് നോക്കൂ, കോൺഗ്രസിനെ നോക്കൂ, അതൊരു ഡൈനാസ്റ്റി പാർട്ടിയാണ്. രാജകുമാരൻ എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുക. രാഹുലിൻ്റെ പേര് പറയുകയില്ല, കാരണം അതൊരു ഡൈനാസ്റ്റി പാർട്ടിയാണ്, അതൊരു രാജകുടുംബമാണ്, അതിൻ്റെ ഇങ്ങനെ വാഴ്ചയാണെന്ന് പറയാൻ വേണ്ടിയാണ്. അത് മോദിക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ള ഉത്തർപ്രദേശിലെ ആയാലും അല്ലെങ്കിൽ അവിടുത്തെ സമാജ്വാദി പാർട്ടികളെ എടുക്കാം, അതിന് ഈ ഡൈനാസ്റ്റി ആരോപണം ഉന്നയിക്കാം, അല്ലെങ്കിൽ മുസ്ലിം പാർട്ടികൾക്ക് മേലെ ആരോപണം ഉന്നയിക്കാം. ഇതൊക്കെ ഉന്നയിക്കാൻ കഴിയും. ഇവയെല്ലാം കൂടി നമ്മുടെ നാടിനെ 10-65 ആണ്ടുകൊണ്ട് നശിപ്പിച്ചതാണ്. അതിന് ഒരു വീണ്ടെടുപ്പിന്, സംസ്കാരത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, പൈതൃകത്തിൻ്റെ വീണ്ടെടുപ്പിന് എ പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് ടാഗ്ലൈനുള്ള BJP വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ പൊടുന്നനെ ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി ഫോം ചെയ്യുന്നത്. ആ പാർട്ടി ഫോം ചെയ്യുന്നത് തന്നെ ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൽ നിന്നാണ്. ആ പാർട്ടി ഉയർന്നു വരികയും അത് വലിയ സ്വീകാര്യത ഉണ്ടാക്കുകയും BJPയെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് തലസ്ഥാനത്ത് അധികാരം പിടിക്കുകയും ആവർത്തിച്ച് അധികാരം പിടിക്കുകയും ചെയ്തു. അവരാവട്ടെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസും സ്വീകാര്യതയും ഉണ്ടാക്കുകയും ചെയ്തു. BJPയെ സംബന്ധിച്ച് കോൺഗ്രസിനേക്കാൾ വലിയ ത്രെട്ടായിട്ട് അവർക്ക് തോന്നിയത് ഈ പാർട്ടിയാണ്. കാരണം എന്താണ്? പുതിയ തലമുറ ആ പാർട്ടിയുടെ ആവിർഭാവവും അതിൻ്റെ ഭരണവും അതിൻ്റെ നയങ്ങളും കണ്ടതാണ്. അവരോട് ആ പാർട്ടിയെക്കുറിച്ച് നുണ പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ആ പാർട്ടി ദീർഘകാല ഭരണം കൊണ്ട് ചീഞ്ഞു നാറിയിട്ടില്ല എന്നതുകൂടി കാണണം. എന്ന് വെച്ചാൽ അവരിപ്പോൾ വൈദ്യുതി ബില്ലിൻ്റെ കാര്യത്തിൽ, കുടിവെള്ള വിതരണത്തിൻ്റെ കാര്യത്തിൽ, ഡൽഹിയിലെ സ്വയംഭരണാവകാശത്തിൻ്റെ കാര്യത്തിലൊക്കെ അവരെടുക്കുന്ന സമീപനം നമ്മൾ കാണുന്നുണ്ട്. പുതിയ ചെറുപ്പക്കാർക്ക് അവർ കൊടുക്കുന്ന അവസരം കാണുന്നുണ്ട്. മോദിയെ സംബന്ധിച്ച് കെജ്രിവാൾ എന്ന് പറയുന്ന പേര് ഒരു ഡിസ്റ്റർബിങ് ഫാക്ടറാണ്. കാരണം അവരെ പെട്ടെന്ന് ടാർണിഷ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ പുറത്തുണ്ടാവാൻ പാടില്ല. കാരണം അയാൾ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ ശബ്ദമാണ്, സ്വീകാര്യതയുള്ള ശബ്ദമാണ്, അകത്തു പോകണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അയാളെ പിടിച്ചകത്തിട്ടത്. ഫൈനലി അയാൾ തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് പറയുന്ന വാഗ്ദാനങ്ങൾക്കകത്ത് ഡൽഹിയുടെ സ്വയംഭരണാധികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ജീവസന്ധാരണ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുന്നതിനെ ഒപ്പം ചൈന ഇന്ത്യയിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന ഭൂമി ഞങ്ങൾ തിരിച്ചെടുക്കുന്നു. മോദിക്ക് സംസാരിക്കാൻ കഴിയാത്ത വിഷയം. അപ്പോൾ അതിനൊരു വിശ്വാസ്യത വരും. കാരണം എന്താണ്, ഒരു തവണ അധികാരത്തിൽ വരികയും റിപ്പീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തത് അവരുടെ വാഗ്ദാനങ്ങൾ പാലിച്ചതിന് ശേഷം ആ നിലയ്ക്ക് സ്വീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഗ്യാരണ്ടിക്കും ആ നിലയ്ക്കുള്ള മൂല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെയും മോദി ഭയക്കുന്നുണ്ടാവാം. അതിനപ്പുറത്തേക്കുള്ള ഗ്യാരണ്ടി നേരത്തെ സാർ പറഞ്ഞ പോലെ മോദി നിരത്തി എഴുതി വെച്ചിട്ടുണ്ടെന്ന് കാണാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കളി അവരെടുത്തിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞാൽ മോദി ഉണ്ടോ ഇല്ലെന്നുള്ള അകത്തേക്കും പുറത്തേക്കും ഒരുപോലെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ആ ക്വസ്റ്റ്യൻ. ഈ ആം ആദ്മി പാർട്ടി നമ്മൾ കാണേണ്ടത് അവരുടെ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഏതാണ്ട് BJP-യുടെ ഇതിന് സമാനമാണ്. കാരണം വെച്ചാൽ ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി എന്ന നിലയിൽ ഹനുമാൻ അമ്പലത്തിൽ പോയിട്ടാണ് അദ്ദേഹം ഈ പ്രസ് മീറ്റിന് അന്ന് വന്നത് തന്നെ. അപ്പോൾ ഒരു നിലയ്ക്ക് അവരെ ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് ശ്രീരാമനാണെങ്കിൽ ഇപ്പുറത്ത് ഹനുമാൻ എന്ന് പറയുന്ന സംഗതി എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അവർ. കൂടെ ഇപ്പം ഈ പറഞ്ഞ ജനക്ഷേമവും ഹിന്ദുത്വവും രണ്ടും അവരിലുണ്ട്. പെർഫെക്റ്റ് ബ്ലെൻഡാണ്. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, തീർച്ചയായും തന്നെയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ NDA BJP സർക്കാർ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയ്ക്ക് പുറകെ പോവേണ്ടി വന്ന് അതിന് മറുപടി കൊടുക്കേണ്ട ഒരു ദുര്യോഗം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിന് നേരെ വിപരീതമായി കെജ്രിവാൾ ഒരു ബോംബിട്ടു. ആ ബോംബിന് മറുപടി കൊടുക്കുന്ന തിരക്കിലാണ് BJP ഇപ്പോൾ ഉള്ളത്.